السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പവിത്രമായ പരിശുദ്ധമായ റമദാൻ മാസം ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ അമൂല്യമായ ഏറെ വിലയുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി അത് സമയം തന്നെയാണ് എന്നാണ്. നമ്മുടെ സമയങ്ങളാണ് എന്തിനേക്കാളും ഏറെ വിലയുള്ളത്. ദുന്യാവിലുള്ള സമ്പാദ്യങ്ങളും ഇവിടെയുള്ള സുഖസൗകര്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടാലും വീണ്ടും നമുക്ക് പലപ്പോഴായി വീണ്ടെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായി പരാധീനതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി സമ്പന്നതയുടേതായ സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു വേള സാധിച്ചേക്കാം. അതുപോലെ തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ രോഗം മാറി ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചേക്കും. എന്നാൽ ഒരു നിലക്കും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ വിലപ്പെട്ട ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും അതുപോലെ തന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയത് തന്നെയാണ്, ഒരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ഏതുപോലെ ഒരു പശുവിന്റെയോ ആടിന്റെയോ ഒക്കെ അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് ഒരു കാലത്തും ഇനി ആ അകിട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു കയറ്റാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വായുവും അത് താഴോട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഇനി അത് മുകളിലേക്കില്ല, വേറെ ഒരവസരം ഇല്ല. ഏറ്റവും അമൂല്യമായ വസ്തുവാണ്, അല്ലെങ്കിൽ കാര്യമാണ്, നമ്മുടെ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ഇത് തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ. അവരുടെ ജീവിതത്തിൽ അവർ സമയത്തിന് വലിയ വില കൽപ്പിച്ചവരാണ്. കിട്ടുന്ന സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്താതെ വൃഥാവിലാക്കാതെ അത് പരമാവധി ഉപയോഗപ്പെടുത്താനും ചൂഷണം ചെയ്യാനും അത് നന്മയാക്കി മാറ്റുവാനുമൊക്കെ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളുകളായിരുന്നു മഹാന്മാരായ അമ്പിയാക്കളും അവരെ വിശ്വസിച്ച മഹാരഥന്മാരായ
സത്യവിശ്വാസികളുമൊക്കെ മുൻകാലങ്ങളിൽ അങ്ങനെയായി. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരെ തിരിച്ചാണുള്ളത്. നാം പലപ്പോഴും പല പ്രവർത്തനങ്ങളും പലരും ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ള മറുപടിയാണ് ടൈം പാസ്. എന്താ ടൈം പാസ് എന്ന് പറഞ്ഞാൽ നേരം പോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരം പോണില്ല, ടൈം പോകുന്നില്ല, അതുകൊണ്ടൊരു നേരം പോക്കാൻ വേണ്ടി ടൈം പാസിന് വേണ്ടിയാണ് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും പറയുന്നത് കേൾക്കാം, എന്താണെന്നറിയില്ല, നേരം പോകുന്നില്ല. കണ്ടോ, മുൻഗാമികൾക്ക് നേരം കിട്ടാത്തത് കൊണ്ട് നമുക്ക് നേരം കിട്ടിയിട്ടും പോകുന്നില്ല എന്നാണ്. കാരണം എന്താ? നമുക്കിതിന്റെ വില അറിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു വസ്തുവാകട്ടെ, അതിന്റെ ശരിയായ വാല്യൂ, അതിന്റെ മൂല്യം, അതിന്റെ വില അറിഞ്ഞാലേ അതിനെ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. വില അറിയുന്നവന് അത് കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. നഷ്ടപ്പെടുന്നതിൽ അവന് വലിയ സങ്കടവും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ തെളിവാണല്ലോ നമുക്ക് പണത്തിന്റെ വില അറിയാം. അതുകൊണ്ട് നമുക്ക് ആ പണം കിട്ടാനുള്ള വഴികൾ നമ്മൾ എങ്ങനെയും നോക്കും. അവിടെ ഹലാല് ഹറാമ് പോലും പലപ്പോഴും പരിഗണിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനുഷ്യൻ പണം നേടാൻ വേണ്ടി ഹലാലായ മാർഗത്തിലൂടെയാണോ ഞാൻ നേടിയത്, ഹറാമിലൂടെയാണോ ഞാൻ നേടിയത് എന്നൊന്നും പരിഗണിക്കാതെ ധനം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മാത്രം നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് വരാനിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? നമുക്ക് പണത്തിന്റെ വില അറിയാം. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അത് നഷ്ടപ്പെട്ടാലോ നമുക്ക് വലിയ സങ്കടാണ്, ഉറക്ക് നഷ്ടപ്പെടും. നമുക്ക് കുറെ ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇത്ര കിട്ടാനുണ്ടായിരുന്നു, അത് പോയി. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, ആരോട് പറയാനാ എന്നൊക്കെ നമ്മൾ വേവലാതി പറയും. കാണുന്നവരോടൊക്കെ നമ്മുടെ സങ്കടം പങ്കുവെക്കും. എന്താ കാരണം? നമുക്ക് കിട്ടേണ്ടതായ ചില വസ്തു, അതല്ലെങ്കിൽ കിട്ടേണ്ടതായ ചില സാമ്പത്തികമായ നേട്ടം നമുക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും. കാലങ്ങൾ കഴിഞ്ഞാലും എനിക്കത് അന്ന് അത്ര നഷ്ടപ്പെട്ടല്ലോ എന്ന വേദനയും ബേജാറും വിലാപവും സങ്കടവും ദുഃഖവും ഒക്കെ നമ്മുടെ മനസ്സിൽ പണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു. എന്താ വ്യത്യാസം? നമുക്ക് പണത്തിന്റെ വില അറിയാം. ഏതൊരു സാധനവും അതിനെക്കുറിച്ച് അതിന്റെ മേന്മയും ഗുണവും അറിഞ്ഞാലേ അത് എനിക്ക് കിട്ടണം എന്ന മോഹമുണ്ടാകൂ. അത് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള എന്റെ ശ്രദ്ധയും നഷ്ടപ്പെട്ടാലുള്ള എന്റെ സങ്കടവുമൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ വില അറിയുന്നത് കൊണ്ടാണ് എന്നർത്ഥം. അപ്പൊ നമ്മുടെ സമയങ്ങൾ നമുക്ക് ശരിക്കും സഹോദരങ്ങളെ ഉപകാരപ്രദമായി തീരണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അത് ആദ്യം പഠിക്കണം, ആദ്യം പഠിപ്പിക്കണം മനസ്സിൽ. അതിനാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ദീനാറുകളെക്കാളും ദിർഹമുകളെക്കാളും സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും റിയാലുകളെക്കാളും ഡോളറുകളെക്കാളും വിലമതിക്കാനാവാത്ത, വിലമതിക്കുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ടൈമാണ്. മറ്റതൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയൊരു സമയം തിരികെ കിട്ടാൻ ഒരിക്കലും വകുപ്പില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയാണ്. ആരാണ് ഹസൻ ബസരി റഹിമഹുല്ല? സഹാബികളെ കണ്ട താബിഈകളിൽ പ്രസിദ്ധനാണ് ഹസനുൽ ബസരി റഹിമഹുല്ല. സഹാബാക്കളുടെ കാലശേഷം ജീവിച്ച സഹാബത്തിനെ കണ്ട ആളാണ്. അദ്ദേഹം പറയാണ്, അദറക്തു അഖ്വാമൻ, ഞാൻ ചില ആളുകളെ, ജനങ്ങളെ കണ്ടിട്ടുണ്ട്. കാനൂ അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദനാനീരിക്കും വദിർഹമിക്കും. ഞാൻ ചില ആളുകളെ കണ്ടു. ആ ആളുകളുടെ സ്ഥിതി എന്താണ്? അവർ അവരുടെ സമയങ്ങളുടെ കാര്യത്തിൽ അശദ്ദ മിൻകും ഹിർസ, നിങ്ങളെക്കാൾ ഏറ്റവും ആർത്തിയുള്ളവരായിരുന്നു. അലാ ദറാഹിമിക്കും വദനാനീരിക്കും,
നിങ്ങൾക്ക് ദീനാറുകളോടും ദിർഹമുകളോടും ഉള്ള ആർത്തി എത്രയാണോ, നിങ്ങൾക്ക് പണത്തോടുള്ള ആർത്തി എത്രയാണോ, അതിനേക്കാൾ ആർത്തിയും അതിനേക്കാൾ നഷ്ടപ്പെട്ടാലുള്ള സങ്കടവുമൊക്കെ സമയത്തിന്റെ കാര്യത്തിൽ ഓർക്കുകയും അത് നിലനിർത്തുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു സഹാബിമാര്. അവരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സഹാബികളിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗർബത്ത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. മഹാനവറുകൾ പറയാണ്, ആ സ്വഹാബി പറയാണ്, ഒരു കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് ഖേദം തോന്നിയിട്ടില്ല, ഞാനൊരു വിഷയത്തിലും ദുഃഖിച്ചിട്ടില്ല, ഞാൻ ഖേദിച്ചിട്ടില്ല. ഏതുപോലെയുള്ള ഖേദം മലായൗമിൻ, ഒരു ദിവസത്തിന്റെ കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുന്നത് പോലെ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ സങ്കടപ്പെടാറില്ല. എങ്ങനത്തെ ദിവസം വന്നാൽ, ഗർബത്ത് ശംസുഹു, ഒരു ദിവസം സൂര്യനങ്ങ് അസ്തമിച്ചു, നഖസ ഫീഹി അജലി, ഒരു ദിവസത്തെ എന്റെ ആയുസ്സാണ് പോയില്ലേ, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ചീന്ത്, ഒരു ഡേ അങ്ങ് പറിച്ചെറിയപ്പെട്ടു. ഒരു ദിവസത്തെ സൂര്യാസ്തമനത്തോടുകൂടി ആ ഡേറ്റാണ് കഴിഞ്ഞു. അങ്ങനെ എനിക്കൊരു ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ സങ്കടപ്പെടാറുണ്ട്. എപ്പോ? വലം യസ്ദദ് ഫീഹി അമലി, എനിക്കന്നത്തെ ദിവസം ഒരു അമലും വർദ്ധിപ്പിക്കാനായിട്ടില്ലെങ്കിൽ, അമലുകളൊന്നും എനിക്ക് നന്നായി ചെയ്യാൻ സാധ്യമാകാത്ത നിലക്ക് ഒരു സൂര്യാസ്തമനം കണ്ടാൽ അന്നെനിക്കുണ്ടാകുന്ന ഖേദവും സങ്കടവും ദുഃഖവും വേറെ ഒന്നിന്റെ വിഷയത്തിലും എനിക്ക് സങ്കടമോ ദുഃഖമോ ഉണ്ടാകാറില്ല. ഏതുപോലെ ഒരു ദിവസം നഷ്ടപ്പെട്ടാലുള്ള എന്റെ സങ്കടം പോലെ എനിക്കൊരു വിഷയത്തിലും സങ്കടമുണ്ടായിട്ടില്ല. മഹാന്മാരായ സഹാബത്ത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് സമയത്തിന്റെ വില എന്ന്. ഓരോ ദിവസവും പ്രഭാതമാകുമ്പോ ഓരോ പ്രഭാതവും മനുഷ്യരായി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, മാമിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഹസൻ ബസരി റഹിമഹുല്ലാഹ് തന്നെ പറയാണ്, ഏതൊരു ദിവസത്തിന്റെയും പ്രഭാതം പൊട്ടിവിടരുമ്പോ ആ പ്രഭാതം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. എന്താ നമ്മോട് ഓരോ പ്രഭാതവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പുലർക്കാലത്ത് നേരം വെളുക്കുമ്പോ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ അന്നത്തെ ഡേ തുടങ്ങാണ്. ഓരോ ദിവസവും ആ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത്? ഇബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസബ്ബദ് മിന്നി ഫഇന്നി ദാ അംളൈതു ലാ അഊദ്. മനുഷ്യ, സമയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ചിന്തിക്കാനാ പറയുന്നത്. നാളെ നേരം പുലരുമ്പോ നമ്മൾ ആലോചിക്കണം, ആ പ്രഭാതത്തിൽ നമ്മോട് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, നമ്മോട് പറയുന്നത് പോലെ. എന്താ പറയുന്നത് അറിയാം? ഓരോ ദിവസവും തുടങ്ങുമ്പോ ആ ദിവസം നമ്മോട് പറയുന്നുണ്ട്, ഹേ മനുഷ്യപുത്ര, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ ദിവസം വരുമ്പോ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനും സാക്ഷിയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിട്ട് ഞാനുണ്ട്. എന്ത് ചെയ്യാണെങ്കിലും മനുഷ്യൻ ഒരു സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ഒരു ദിവസം അല്ലേ, ആ സമയത്ത് എന്ത് നടക്കുന്നു അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ അടുക്കലുണ്ടല്ലോ. നിന്റെ ഓരോ പ്രവർത്തനത്തിനും ഞാനും സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നീ, എന്നെ ശരിക്കും നീ ഉപയോഗപ്പെടുത്തിക്കോ. ഓരോ ദിവസവും നമ്മോട് പറയാണ്, എന്നെ നീ നഷ്ടപ്പെടുത്തല്ല, സമയം നീ വെറുതെ വൃഥാവിലാക്കല്ലേ, കളയല്ലേ, നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ. കാരണം എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഫഇന്നീ, നിശ്ചയമായും ഞാൻ, ഇദാ മദൈതു, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലാ അഊദ്, പിന്നെ ഞാൻ തിരിച്ചു വരൂല. പോയാ പിന്നെ ഞാൻ മടങ്ങി വരൂല. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും ഒക്കെ ഒരു കാലത്തും എത്രായിരം കൊടുത്താലും തിരികെ കിട്ടാത്ത അമൂല്യമായ സ്വത്താണ്, അമൂല്യമായ നിധിയാണ്. അതുകൊണ്ട് സമയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടനുഗ്രഹങ്ങൾ, അതാണ് പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് ആൾക്കാർ ആലോചിക്കാറുള്ളത്. ഉള്ളപ്പോ ആർക്കും അതിനെ സംബന്ധിച്ചൊരു വിലയുമില്ല, ബേജാറുമില്ല, അതങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും.
അതങ്ങോട്ട് തീരുമ്പോഴാണ് പോയല്ലോ എന്ന് മനുഷ്യൻ സങ്കടപ്പെടാറുള്ളത്. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ടനുഗ്രഹങ്ങൾ, നിഅമത്താനി, രണ്ടനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങിയത് തന്നെ. രണ്ട് നിഅമത്ത് നമ്മുടെ കണക്കിൽ അതൊരു നിഅമത്തേ അല്ല. രണ്ട് നിഅമത്തുകൾ അതിൽ അധിക ആളുകളും ശരിക്കും അത് ഉപയോഗപ്പെടുത്താതെ വെറുതെ കളയുകയാണ്. എന്നിട്ടോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യാറുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് അസ്സിഹ്ഹത്തു, ആരോഗ്യം. ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹ് പറഞ്ഞത് കേൾക്കൂല, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കൂല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കും. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹിന് ചിലപ്പോൾ ഓർമ്മ വരിക. ഇപ്പൊ ഒന്നിനും കഴിയാതെയായി, കഴിയുന്ന കാലത്തൊന്നും ചെയ്തില്ല, ആരോഗ്യമുള്ള കാലത്ത് നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല, ഇപ്പൊ കഴിയാതെയുമായി. നഷ്ടബോധവും കുറ്റബോധവും ആരോഗ്യം നശിച്ച് അനാരോഗ്യത്തിൽ എത്തുമ്പോ മനുഷ്യന് ബോധ്യമാകുന്നു. പക്ഷേ കാര്യമെന്താ? രണ്ടാമത്തെ നിഅമത്ത് ഇതുപോലെ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, അൽ ഫറാഗ്, ഒഴിവ് സമയം. സമയം കുറെ കിട്ടുമ്പോ നമുക്കൊരു വിലയില്ല. അത് നന്മക്ക് ഉപയോഗപ്പെടുത്തൂല, തിന്മയിലേക്ക് ഉപയോഗപ്പെടുത്തും. ടൈം പാസിന് വേണ്ടി അള്ളാഹു വിരോധിച്ച സംഗതികൾ വരെ ചെയ്തുകൊണ്ടിരിക്കും. നേരം പോക്കിക്കളയാൻ വേണ്ടി എല്ലാ രൂപത്തിലുള്ള മാർഗങ്ങളും അന്വേഷിക്കും. അങ്ങനെ ആ സമയം അങ്ങ് തീർന്നു പോകുമ്പോഴാണ് ഓർക്കുക, എന്താ ഇപ്പൊ ഞാൻ ചെയ്തത്, എന്റെ വിലപ്പെട്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ. തിരികെ കിട്ടുമോ? കിട്ടൂല, ഒരിക്കലും തിരിച്ചു വരൂല, തിരികെ വരൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പേ നിനക്ക് കിട്ടുന്ന 5 എണ്ണത്തെ ശരിക്കും നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. 5 എണ്ണം നിനക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ശരിക്കും ആ 5 എണ്ണത്തെ ഉപയോഗപ്പെടുത്തിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ഹയാതക ഖബ്ല മൗതിക, മരിക്കുന്നതിന്റെ മുമ്പ് ജീവിക്കാൻ അള്ളാഹ് അവസരം തരുന്ന അവസരമൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. എപ്പോഴാ മരിക്കാന്നറിയില്ല. നമുക്ക് ആരെങ്കിലും വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ ഇത്രാം തീയതി വരെ ജീവിക്കും, ഇത്ര മിനിറ്റ് വരെ ജീവിക്കും? ഒരാൾക്കും പറയാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാതക ഖബ്ല മൗതിക, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നിന്റെ ഈ ഹയാത്ത്, ജീവിതകാലം, അത് നന്മയുടെ മാർഗത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. രണ്ടാമത് പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം നിന്റെ തൊട്ട് പിന്നിൽ വരുന്നുണ്ട്. യുവാക്കളോട് പറയാണ്, ശബാബക, നിന്റെ വാർദ്ധക്യം, നിന്റെ യുവത്വത്തെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. യുവത്വത്തിന്റെ സമയം, അതാണ് മനുഷ്യ ജീവിതത്തിലെ നട്ടുച്ച. ചോരത്തിളപ്പുള്ള, യൗവനത്തിന്റെ തുടിപ്പുള്ള, തിളക്കമുള്ള, ഓജസ്സും തേജസ്സും വിളയാടിക്കൊണ്ടിരിക്കുന്ന, എന്തിനും മനുഷ്യന് ധൈര്യവും ശേഷിയും ക്ഷേമുഷിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല തുടിപ്പുള്ള കാലഘട്ടം ശബാബ്, യുവത്വം. വിധങ്ങൾ പറയുന്ന, ശബാബക്ക, നിന്റെ യുവത്വത്തെ ആ പ്രായത്തിൽ ശരിക്ക് നീ പണിയെടുത്തോളണം. ഇബാദത്ത് ചെയ്ത് മുതലുണ്ടാക്കാൻ, മുതൽ കൂട്ടാൻ, ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഉയരാൻ. എപ്പോ? ഖബ്ല ഹറമിക, വാർദ്ധക്യം വന്നെത്തുന്നതിന്റെ മുമ്പ്. വൃദ്ധനായി കഴിയുമ്പോ പിന്നെ നീ പലതും ആശിക്കും, പക്ഷെ ചെയ്യാൻ കഴിയൂല. നിസ്കരിക്കായിരുന്നു, പക്ഷെ കാലിന്റെ മുട്ട് വളയുന്നില്ല, ഇരിക്കാൻ വയ്ക്കുന്നില്ല, എണീക്കാൻ ശരിക്ക് കഴിയുന്നില്ല, തശഹൂദിലിരിക്കാൻ കഴിയുന്നില്ല, നോമ്പെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, രാത്രി നീറ്റ് നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട്, കഴിയുന്നില്ല. വാർദ്ധക്യം വന്നുപോയി. എന്നാൽ യുവപ്രായത്തിൽ ഇതൊക്കെ ചെയ്ത ഒരാൾ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് സാധിച്ചില്ലെങ്കിലോ അയാൾക്ക് കൂലിയുണ്ട്. അത് ഇസ്ലാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരുണ്യാണ്. യുവത്വ കാലഘട്ടം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. വാർദ്ധക്യത്തിലെത്തി അയാൾക്ക് യുവത്വത്തിൽ ചെയ്തിരുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമില്ലാതായി, വൃദ്ധനായി പോയി. എന്നാലോ അയാൾക്ക് ആ യുവത്വത്തിൽ ചെയ്തിരുന്നത് പോലെയുള്ള കൂലി ഇത് ചെയ്യാത്ത കാലത്തും അദ്ദേഹത്തിന് ഉണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അപ്പൊ അദ്ദേഹത്തിന് കഴിയാത്തോണ്ടാണ്, കഴിയുന്ന കാലത്ത് അദ്ദേഹം ചെയ്തു. അതിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? വാർദ്ധക്യം വന്നെത്തുന്നതിന്റെ മുമ്പേ നിന്റെ യുവത്വ കാലഘട്ടമാകുന്ന സമയത്ത് നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വസിഹതക ഖബ്ല സുഖ്മിക, രോഗത്തിന് നീ അടിമയായി തീരുന്നതിന്റെ മുമ്പേ നിന്റെ ആരോഗ്യ കാലഘട്ടം നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. ആരോഗ്യമുള്ള സമയം രോഗമൊന്നുമില്ലപ്പോ അൽഹംദുലില്ലാഹ്, രോഗമൊന്നുമില്ല. എന്നാൽ എപ്പോഴാണ് ഒരു രോഗത്തിന്റെ പിടിയിൽ നമ്മൾ അകപ്പെടുക എന്നറിയില്ല. നമ്മൾ വിചാരിക്കുന്നു എനിക്ക് അസുഖമൊന്നുമില്ല, അള്ളാഹു നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷെ ഒരു ചെക്കപ്പ് നടത്തിയിട്ട് റിസൾട്ട് വരുമ്പോഴാകും നമ്മൾ എന്തൊക്കെയോ രോഗത്തിന് അടിമയാണെന്ന് അറിയാം. അതോടുകൂടെ മനുഷ്യൻ പകച്ചുപോകും, ബേജാറായി പോകും. പക്ഷേ അപ്പോഴേക്ക് അവന്റെ ആരോഗ്യമുള്ള കാലം കഴിഞ്ഞു. അതുകൊണ്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസിഹതക ഖബ്ല സുഖ്മിക, നിനക്ക് രോഗാവസ്ഥ വരുന്നതിന്റെ മുമ്പേ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അതുപോലെ തന്നെ ഹദീസിൽ പറയുന്നു, വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പത്തും നീ ഉപയോഗപ്പെടുത്തിക്കോ. അഥവാ ഇപ്പൊ 4 കാശ് കയ്യിലുണ്ടെങ്കിൽ ഇതിനേക്കാൾ ദുരിതമുള്ള ഒരു ഘട്ടത്തിലേക്ക് നീ പോകുമോ എന്നറിയില്ല. നിന്റെ കയ്യിൽ പണമുള്ള അവസരത്തിൽ ആ പണം നീ ശരിക്കും അള്ളാഹ് പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നിന്റെ ഈ സമ്പന്നാവസ്ഥ നീ ശരിക്കും നന്മയിലേക്ക് തിരിച്ചുവിട്ടോളൂ. കാരണം ഇനി ഫക്കീറായേക്കാം. ഫക്കീറായി മാറുമ്പോ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടുള്ള സമയത്ത് കൊടുത്തോളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5ാമത്തെ കാര്യം, ഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ ജീവിതത്തിൽ ബിസി വരാൻ പോകുന്നുണ്ട്. തിരക്ക് പിടിച്ച ജീവിതം വരുന്നതിന്റെ മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നീ ശരിക്കും പ്രയോജനപ്പെടുത്തിക്കോ. അതാണ് ഫറാഗ്, ഒഴിവ് സമയം. നമുക്ക് എത്ര ഒഴിവ് സമയം കിട്ടുന്നുണ്ട്? ഒഴിവ് സമയം കിട്ടുമ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും വിനോദങ്ങളിലേക്ക് പോകും. നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോണുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒഴിവ് കിട്ടിയാൽ നമ്മൾ അതിലേക്ക് നോക്കും. എന്നാൽ അതിലും നമുക്ക് പുണ്യം നേടാനുള്ള വഴികളില്ലേ? സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് പുണ്യം നേടാൻ വകുപ്പില്ലേ? അതിൽ നല്ല നല്ല കാര്യങ്ങളില്ലേ? ആ നന്മയിലേക്കാണോ ഉപയോഗപ്പെടുത്തുക? അല്ല. നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ശൈത്താൻ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള വിരക്തി ഉണ്ടാക്കി തീർക്കും, ആലസ്യം തോന്നിപ്പിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പഠനം, നല്ലത് കേൾക്കൽ, നല്ലത് വായിക്കൽ, നല്ലത് മനസ്സിലാക്കൽ, അത്തരം ഘട്ടങ്ങളിലൊക്കെ ശൈത്താൻ നമ്മുടെ മനസ്സിൽ വിരക്തി ഉണ്ടാക്കും, വെറുപ്പ് തോന്നിക്കും. അതേ അവസരത്തിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള സംഗതികളിലേക്കാണ് നമ്മുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ പൈശാചികമായ നമ്മുടെ മനസ്സിൽ കൃത്യമായ നിലക്കുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയൂല. 1, 2, 3 ഒക്കെ മണിക്കൂറുകൾ നിരന്തരമായി ഇരുന്ന ഇരിപ്പിൽ 2, 3 മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേ മനുഷ്യന് 10 മിനിറ്റ് തികച്ച് കോട്ട് വായിടാതെ ഉറക്കം തൂങ്ങാതെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. എവിടെയാ പ്രശ്നം? എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത്? ആരാണ് നമ്മുടെ സമയത്തെ കൊല്ലിക്കുന്നത്? ആരാണ് നമ്മുടെ സമയത്തിന്റെ അമൂല്യമായ ആ ഘട്ടത്തെ വഴിതിരിച്ചു വിടുന്നത്? മറ്റാരുമല്ല, ശൈത്താൻ തന്നെയാണ്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ശൈത്താൻ അല്ലാഹുവോട് പറഞ്ഞതാണ്, ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ശൈത്താൻ അള്ളാന്റെ മുമ്പിൽ എടുത്ത് പ്രതിജ്ഞയാണ്. നമ്മുടെ കൂടെയൊക്കെ എല്ലാവരുടെ കൂടെ ഉണ്ടല്ലോ ശൈത്താൻ, വളരെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. അള്ളാഹിനോടോ പറഞ്ഞു, നിന്റെ നേർവഴിയിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? നല്ല വഴിക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആ വഴിയിൽ തടസ്സമായിക്കൊണ്ട് ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. എന്തിന്? അവര് നല്ല വഴിയിലേക്ക് സമയം ചെലവഴിക്കുമ്പോ വേണ്ടാന്ന് പറയാൻ, ചീത്ത വഴിയിലേക്ക് സമയം ചെലവഴിക്കുമ്പോ ചെയ്തോ എന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ മാർഗം സ്വീകരിക്കുന്ന പിശാച് പറഞ്ഞത്. ثم لآتينهم من بين أيديهم, ഞാൻ അവരുടെ മുമ്പിലൂടെ ചെന്നു നോക്കും, അവരുടെ പിന്നിലൂടെ എന്ന് നോക്കും, അവരുടെ വലതുവശത്തുകൂടെ ചെല്ലും, ഇടതുവശത്തുകൂടെ ചെല്ലും. എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലും ശൈത്താൻ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകും.
ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ ശൈത്താൻ നിരാശയൊന്നുമില്ല, അവൻ രണ്ടാമത്തെ ഒരു വകുപ്പ് വേറൊന്നും നമ്മുടെ മനസ്സിലിട്ടിരുന്നാ പിന്നെ അത് വേണ്ടെന്നാ ഇത് ചെയ്തോ, അതിലും നമ്മൾ വീഴുന്നില്ല, വേറൊരു വകുപ്പ് പറഞ്ഞുതരും, വലത്തു ഭാഗത്തു കൂടി വരും, അതിലും നമുക്ക് താല്പര്യമില്ല, ഇടത്തു ഭാഗത്തു കൂടെ വരും. നാനാവിധേന വന്നിട്ട് അവന്റെ പണി എന്താണ്? വലാ തജിദു അക്സറഹും ശാകിരീന, അവരിൽ ഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായിട്ട് മാറാതെ നോക്കാനാണ് എന്റെ ഏറ്റവും വലിയ അധ്വാനം ഉണ്ടാവുക എന്നാണ് ശൈത്താൻ പറഞ്ഞത്. നമ്മുടെ ബാധ്യത എന്താണ്? നമുക്ക് അല്ലാഹു സമയം തന്നാൽ ആ സമയത്തോട് കാണിക്കേണ്ട ശുക്ർ എങ്ങനെയാണ്? നിഅമത്ത്, വഖ്താകുന്ന നിഅമത്ത് നമുക്ക് കിട്ടിയാൽ, സമയം എന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ, ആ അനുഗ്രഹം തന്ന അതിന്റെ ദാതാവായ റബ്ബിനോട് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത് എങ്ങനെയാണ്? ആ സമയം നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ഏതിൽ? ഫിത്താഅത്തി വൽ അഅമാലി സ്വാലിഹാത്ത്, നല്ല നല്ല കാര്യങ്ങളിൽ ചെലവഴിച്ചുകൊണ്ട്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമയത്തിന് റബ്ബ് നമുക്ക് ആ സമയം നൽകി അനുഗ്രഹിച്ചതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നന്ദിയും ശുക്റും കൂറും ഒക്കെയുള്ളവരായി തീരേണ്ടത്. അതേ അവസരത്തിൽ നന്ദി കേടാകുന്നത് എപ്പോഴാ? അള്ളാഹു നമുക്ക് ഒരുപാട് സമയം തന്നു, ആ സമയത്തെ നമ്മൾ ഹറാമിലേക്ക് ഇങ്ങനെ ചെലവഴിക്കുക. നമ്മൾ ആലോചിക്കും, വിലപ്പെട്ട നമ്മുടെ സമയം നമ്മൾ എത്രയാ കളയുന്നത്. ഓരോരുത്തരും ഇതാ ഇന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിക്കും. ഇന്നലത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ അത്രയും മറവിയുള്ളവരാ. ഇന്ന് പുലർന്ന് പ്രഭാതത്തിന്റെ ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണോ എഴുന്നേറ്റത്? ചോദിക്കണം നമ്മളോട്. നമ്മുടെ സമയങ്ങൾ നമ്മൾ എന്തിലേക്കാ കൊണ്ടുപോകുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മോട് പറഞ്ഞത് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനാണ്. ആ ദിക്റുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പ്രഭാതത്തിൽ നിന്ന് അങ്ങനെയാണോ എഴുന്നേറ്റത്? അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സമയങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി, എത്ര മണിക്കൂർ നമ്മൾ പിന്നിട്ടു ഇന്നത്തെ ദിവസം? ഇന്നത്തെ പ്രഭാതത്തിലും നമ്മോട് പറയപ്പെട്ടല്ലോ, ഞാനൊരു പുതിയ ദിവസമാണ്, എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, എന്നെ നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ തിരിച്ചു വരൂല, ശരിക്കും ഉപയോഗിച്ചോ, ഞാൻ പോയാ പിന്നെ വരൂല. നമ്മൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തിയെന്ന് ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അവിടെ അറിയാം നമുക്ക് നമ്മുടെ സമയം കൊണ്ട് നമ്മൾ കളിച്ച കളികൾ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സമയത്തിന് ഒരു വിലയില്ലാതെ നടക്കുകയാണ് നമ്മൾ. കുറച്ചു നേരം കിട്ടിയാൽ അപ്പൊ എന്തെങ്കിലും വെറുതെ വർത്താനം. എത്രത്തോളം നിസ്കാരം കഴിഞ്ഞാൽ ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് വരെ പറയാൻ നമുക്ക് നേരമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരത്തിൽ എണ്ണിത്തീർത്ത് പറയാൻ നമുക്ക് സമയമില്ല. നമ്മൾ എഴുന്നേറ്റ് പോയി. ശൈത്താൻ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. ശൈത്താൻ നമ്മളെ എഴുന്നേൽപ്പിച്ചു. എന്താ കാരണം എന്നറിയോ? തിരക്ക് തോന്നിപ്പിക്കാൻ നമ്മളെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കും, എനിക്ക് സമയമില്ല, ടൈമില്ല, നീറ്റോ, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണ? അപ്പൊ നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ലക്ഷം സുബ്ഹാനല്ലാഹ് പറയാനുള്ള സമയം നമ്മൾ പുറത്ത് വെറുതെ നിന്നാലും വേണ്ടില്ല, ഒരു 33 സുബ്ഹാനല്ലാഹ് പറയാനുള്ള സമയം ഇവിടെ ഇരിക്കാൻ ശൈത്താൻ സമ്മതിക്കൂല. ഇതാണ് പറയുന്നത്, നാനാവിധത്തിലും ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യും. അത് സമയത്തിന്റെ കാര്യത്തിലും ശൈത്താൻ ഉപയോഗപ്പെടുത്തും. ഇനി ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ വേദന അറിയാം. മരണത്തിന്റെ മലക്ക് നമ്മുടെ സമീപത്തങ്ങട്ട് എത്തി റൂഹിന്റെ പിടുത്തങ്ങട്ട് തുടങ്ങുന്ന നേരത്ത് മനുഷ്യൻ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഒരു അല്പസമയത്തേക്കൊന്ന് പിന്തിച്ചു തരാമോ? കുറച്ച് സമയം ചോദിക്കുക. കുറച്ച് സമയം നീ എനിക്ക് തരുമോ എന്റെ രക്ഷിതാവേ? എന്തിനാണ്? ഫഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ധർമ്മം കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ, നല്ല നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ചേർന്നോളാം. ഞാനും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോളാം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തോളാം. റബ്ബിർജിഊൻ, റബ്ബേ നീ എന്നെ ഒന്ന് മടക്കിത്തായോ. ലഅല്ലി അഅമലു സാലിഹാ, എനിക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ഒന്ന് സമയം തരുമോ? ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് അമലുകളുണ്ട്,
അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഒന്ന് ടൈം തരുമോ? കണ്ടോ, സമയത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചും. ഇപ്പൊ ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി, നേരം കൊല്ലാൻ വേണ്ടി പല രൂപത്തിലുള്ള ഹറാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പുരുഷൻ, ഇതേ സ്ത്രീ മരണത്തിന്റെ മലക്കവന്റെ സമീപത്ത് വരുന്ന നിമിഷം മുതൽ അവൻ അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് കെഞ്ചിക്കൊണ്ടിരിക്കും, ഒരൽപ്പം സമയം തരാമോ, ഒരൽപ്പസമയം കൂടി എന്നെ പിന്തിച്ചിടാമോ, ഞാൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനാണ്, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, എനിക്ക് സദഖ കൊടുക്കാനാണ്, എനിക്ക് ഖുർആൻ ഓതാനാണ്, എനിക്ക് എന്റെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരൽപ്പസമയമൊന്ന് പിന്തിച്ച് തരുമോ? ചോദ്യമുണ്ട്. കെഞ്ചി അപേക്ഷിക്കുമെന്ന്, റബ്ബിനോട് അപേക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. പക്ഷേ എന്താ മറുപടി ഉണ്ടാകുക? നമ്മൾ ആ കരച്ചിലിനും വിലാപത്തിനും അവിടെ സമയം ചോദിച്ചാൽ സമയം നീട്ടിക്കിട്ടോ? ഇല്ല, സമയം നീട്ടിക്കിട്ടൂല. അത് ലാസ്റ്റ് ബെല്ലടിക്കലാണ്, ലാസ്റ്റ് ബെല്ലടിയാണ്. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയും, 2 മണിക്കൂർ കൃത്യമായ സമയമുണ്ട്, 2 മണിക്കൂർ കൃത്യമായ സമയമുണ്ട്. ചിലപ്പോ 1.25 മണിക്കൂർ കഴിഞ്ഞാൽ ചില പരീക്ഷാ രീതികളിൽ ഒരു വാണിംഗ് ബെല്ല് കൊടുക്കും, ഒരു വാണിംഗ് ബെല്ല്. ഇനി 15 മിനിറ്റേ ഉള്ളൂ. 2 മണിക്കൂറായ ലാസ്റ്റ് ബെല്ലടിക്കും. എത്ര കെഞ്ചിയാലും, എത്ര അപേക്ഷിച്ചാലും, എത്ര കരഞ്ഞാലും നല്ല ഓർമ്മയുണ്ട്, അതും കൂടി ഞാൻ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തരൂല, അത് മടക്കി കൊണ്ടുപോയി. ജീവിതത്തിന്റെ വാണിംഗ് ബെല്ലുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട നമ്മുടെ ആയുസ്, നമ്മുടെ പ്രധാനപ്പെട്ട സമയം, അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ ലോകത്തേക്ക് പോകാനുള്ള ടൈമുകൾ നമുക്കായിക്കൊണ്ടിരിക്കുന്നു. വാണിംഗ് ബെല്ലുകൾ കിട്ടിക്കഴിഞ്ഞു, വാണിംഗ് ബെല്ലുകൾ കിട്ടിക്കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്തിന്റെ ചില തഫ്സീറുകളിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മുഫസ്സിരീങ്ങൾ കൊടുത്തൊരർത്ഥമുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നരബാധിക്കലാണ്. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇവിടെ നിരങ്ങനെ കാണുമ്പോൾ അതാ മുന്നറിയിപ്പ് പോകാനായിട്ടുണ്ട്, മുന്നറിയിപ്പുകാരനാണ്. ജീവിതത്തിന്റെ ഒരുപാട് വാണിംഗ് ബെല്ലുകൾ നമുക്കൊക്കെ പല ഘട്ടങ്ങളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലൂടെ ഒരുപാട് ആളുകളുടെ ജനാസകൾ വഹിച്ചുകൊണ്ടുള്ള വാഹനം പോകുന്നുണ്ട്. നാം വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ പേജ് കണക്കിന് ഓരോ ദിവസവും ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ ചരമ കോളങ്ങളുണ്ട്. അതിൽ ഇന്ന് പെറ്റ ഉമ്മ പെറ്റ ശിശുക്കളുണ്ട്, ബാലന്മാരുണ്ട്, അതുപോലെ തന്നെ ടീനേജുകാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്, നല്ല ആരോഗ്യമുള്ളവരുണ്ട്. അയാൾ മരിച്ചോ എന്ന് കേൾക്കുമ്പോ ഒരിക്കൽ പോലും ഒരു 100 തവണ നമ്മൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരുപാട് മരണവാർത്തകളുണ്ട്. അത്ര ആരോഗ്യമുള്ള മനുഷ്യൻ. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വാണിംഗ് ബെല്ലുകളാണ്. എന്നോട് പറയാൻ, നിന്റെ സമയം തീരെയാണ്, നിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. മനുഷ്യന്റെ ഖൽബിന്റെ ആ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചു നോക്കുമ്പോ, നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചാൽ ഒരു മിടിപ്പ് ഇങ്ങനെ കേൾക്കാം. ദഖാതു ഖൽബിൽ മർഇ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പ്, അതിന്റെ തുള്ളൽ, അതിങ്ങനെ മനുഷ്യനോട് പറയാണ്, മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളുമാണ് ഞാൻ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഖബറിലേക്കുള്ള വഴിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ മിനിറ്റുകളും സെക്കൻഡുകളും തന്നെ. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സെക്കൻഡ് പോയി, ഖബറിലേക്ക് അടുത്തു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ അടുത്തു. ഓരോ ദിവസവും നമ്മോട് ഇങ്ങനെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്രമല്ലാതെ. നമ്മൾ ഉറങ്ങുമ്പോഴും ഇത് മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണക്കാക്കിയ മിടിപ്പ് അവസാനത്തെ മിടിപ്പാണ് നിൽക്കും. അപ്പൊ മനുഷ്യൻ വേവലാതിപ്പെടും, ബേജാറാകും. ആ അവസാന സമയത്തിലെത്തുമ്പോ കെഞ്ചി അപേക്ഷിക്കും സമയത്തിന് വേണ്ടി. പക്ഷേ അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകും, ഫലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പിന്തിച്ചിടുന്ന പ്രശ്നമില്ല. റബ്ബേ തായോ അല്പം സമയം ഞാനൊന്ന് അമല് ചെയ്യട്ടെ എന്ന് പറയുമ്പോ അള്ളാന്റെ മറുപടി, കല്ല, വേണ്ടടാ, ഇന്നഹ കലിമ, അതൊരു വെറും വാക്ക്.
നീ വെറുതെ വെറും വർത്താനം പറയണ്ട, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇനി ചെന്ന് കിടക്കാനുള്ള സ്ഥലം ബർസഖാണ്, ഖബറാണ്, ഇങ്ങോട്ട് മടക്കമില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനാണ് ഞാനും നിങ്ങളും ഓർക്കണം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാർന്ന് തിന്നുകയാണ്, നമ്മുടെ സമയത്തെ നമ്മൾ കൊന്നുകളയുകയാണ്. ഈ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ദീനാറും ദിർഹമിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കപ്പെടും പോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്റെ സമ്പത്തിനെ കുറിച്ച് നാളെ മഹ്ശറിൽ ചോദ്യമുണ്ടാകും. എന്താണ്? മിന്നൈനക്തസബ്തഹു, എവിടുന്നാടോ കിട്ടിയത്? വഫീമാ അൻഫഖ്തഹു, ഏതിലേക്കാടോ വിനിയോഗിച്ചത്? എവിടുന്ന് കിട്ടി, അങ്ങോട്ട് കൊടുത്തു? ഈ ചോദ്യം നമ്മുടെ പണത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ, അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ഉംരിഹി ഫീമാ അഫ്നാ, നമ്മുടെ ആയുഷ്കാലത്തെ കുറിച്ച് മഹ്ശറിൽ ചോദ്യമുണ്ട്. എന്തിലാണ് നീ അത് തുലച്ചു കളഞ്ഞത്? ഇത്ര കൊല്ലം നീ ജീവിച്ചു ഭൂമിയിൽ, ആ ജീവിച്ച കൊല്ലക്കാലം അത്രയും നിന്റെ സമയങ്ങൾ നീ ഏതിലേക്കായിരുന്നു നീ ചെലവഴിച്ചത്, നശിപ്പിച്ചത്? ആ കാലത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഘട്ടമെന്ന് പറയപ്പെടുന്ന യുവത്വത്തെക്കുറിച്ച് സ്പെഷ്യൽ ചോദ്യം അതിന്റെ കൂടെ വേറെ വരുമെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. വഅൻ ശബാബിഹി, മനുഷ്യന്റെ യൗവനത്തെ കുറിച്ചും നാളെ മഹ്ശറിൽ പ്രത്യേകം ചോദ്യമുണ്ട്. ഫീമാ അബ്ലാ, ഏത് കാര്യത്തിലാണോ നിന്റെ യുവത്വം നീ നശിപ്പിച്ചു കളഞ്ഞത്? മൊത്തത്തിൽ നമുക്ക് തന്ന സെക്കൻഡുകൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, കൊല്ലങ്ങൾ, മൊത്തം നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതിൽ പരമപ്രധാന ഘട്ടമായ നട്ടുച്ച എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് സ്പെഷ്യൽ ചോദ്യം വേറെയുമുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെയും വെച്ച കാല് അനക്കാൻ റബ്ബ് സമ്മതിക്കൂല. മഹ്ശറിലെത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ എന്ത്? നമ്മുടെ ടൈം. ഈ ടൈം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഓരോരുത്തരും ആലോചിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന, പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സ്ത്രീയും പുരുഷനും ഒക്കെ ആലോചിക്ക്, ഞാൻ എന്റെ സമയങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്താറുള്ളത്? അതിൽ നന്മയുടെ മാർഗത്തിലല്ലാതെ ഇന്ന് വരെ ഉപയോഗപ്പെടുത്തിയോ? ഖേദിച്ചു മടങ്ങി റബ്ബിലേക്ക് മടങ്ങുക. ഇനി ഒരിക്കലും അത്തരം തിന്മകളിലേക്ക് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. നന്മയുടെ മാർഗത്തിലാണോ ഉപയോഗിക്കാറുള്ളത്? സന്തോഷിക്കുക, അത് സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് പറയുക. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനപ്രദമാക്കി മാറ്റിയെടുക്കുക. അതിന് ഏറ്റവും പറ്റിയ അമൂല്യമായ അവസരമാണ് പ്രിയമുള്ളവരെ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാനുള്ള നമ്മുടെ അതിഥി പരിശുദ്ധ റമളാൻ. അള്ളാഹു ഏറ്റവും ആദരിച്ചിട്ടുള്ള മാസമാണ്. ആ മാസം നമുക്ക് എത്താൻ കഴിയുമോ എന്ന് തന്നെ നമുക്കറിയില്ല. നമ്മൾ ദുആയോടെ കഴിച്ചുകൂട്ടുന്ന ദിനരാത്രങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ തേട്ടെന്താണ്? അള്ളാഹുവേ, ആഫിയത്തോടെ റമളാനിലേക്ക് നീ എത്തിക്കണേ. ആഫിയത്തും കിട്ടണം, മനസ്സിന് നല്ല ഉന്മേഷവും കിട്ടണം, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും കിട്ടണം. ഇല്ലെങ്കിൽ റമളാനിൽ എത്തിയിട്ടും കാര്യമില്ല. നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവേ, റമളാനിൽ എന്നെ എത്തിക്കണം. എങ്ങനെ? ആഫിയത്തോടെ, രോഗമൊന്നും ഉണ്ടാവരുത്. നല്ല താല്പര്യം വേണം പടച്ചോനെ, താല്പര്യം. റമളാൻ മുഴുവനും ഇബാദത്ത് ചെയ്യാനുള്ളൊരു ആവേശവും താല്പര്യവും ഏതെങ്കിലും 2 ദിവസം 3 ദിവസം അല്ല. കാരണം റമളാനിന്റെ പ്രത്യേകത തന്നെ ദിവസം കഴിയുന്തോറും മഹത്വം കൂടുകയാണ്. നമുക്കോ ദിവസം കഴിയുന്തോറും താല്പര്യം കുറയുക. ആദ്യത്തെ അന്നൊക്കെ ഭയങ്കര പള്ളി ഫുള്ളായിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ തീർന്നു. വാസ്തവത്തിൽ റമളാനിന്റെ മഹത്വം വർദ്ധിക്കല്ലേ ദിവസം കഴിയുന്തോറും? അതിന്റെ ഏറ്റവും വലിയ മഹനീയമായ രാത്രി എന്ന് പറയുന്ന ലൈലത്തുൽ ഖദറിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ആദ്യത്തെ 10-ലോ 2-ാമത്തെ 10-ലോ ഒന്നുമല്ലല്ലോ, അവസാനത്തെ 10-ലല്ലേ. അപ്പൊ ഏറ്റവും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള സമയം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ് വിശുദ്ധ റമളാൻ. ആ റമളാനിന് നമുക്കൊരു ടൈം ടേബിൾ വേണം. ആ റമളാനിന്റെ സമയങ്ങളെ ഒരിക്കലും എനിക്ക് നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ക്രമീകരിക്കണം നമ്മുടെ സമയങ്ങളെ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പരിശുദ്ധ റമളാൻ വന്നാൽ പോലും, റമളാൻ വന്നു എന്നാണെങ്കിലും
ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടിയുടെയും സമയത്തിൽ മാറ്റം വരുത്തി എന്നതല്ലാതെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താത്ത നോമ്പുകാരുണ്ട്. അത് വെറുതെയാണ്. കാരണം റമദാൻ എന്ന് പറയുന്നത് വിലപ്പെട്ട ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നന്മകൾ വാരിക്കൂട്ടാനാണ്. നന്മകൾ വാരിക്കൂട്ടാൻ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണം. റമദാനിന്റെ ഒരു നിമിഷവും എനിക്ക് വെറുതെ ആവാൻ പാടില്ല. ഞാൻ എന്നോടെന്ന പോലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് മുഴുവൻ പറയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന, എനിക്ക് റമദാനിന്റെ പരിപൂർണമായ ദിനരാത്രങ്ങളെ പരിപൂർണമായും ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ ആ സമയങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നാഥാ നീ എനിക്ക് തരണേന്ന് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞു തേടിക്കൊണ്ടിരിക്കണം. റമദാനിൽ എത്തിപ്പെടാൻ കഴിയാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. നമ്മൾ എത്തൂല്ലേ എന്നറിയില്ല. എത്ര ആളുകൾ കഴിഞ്ഞ റമദാനിനോട് വിട പറഞ്ഞപ്പോ അവരാഗ്രഹിച്ചിരുന്നു അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിന്റെ അകത്താണ്. അള്ളാഹു വിശ്വാസികൾക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരാരും വിചാരിച്ചതല്ല റമദാന്റെ മുമ്പ് അവർ മരിച്ചു പോകുന്നു. പക്ഷെ നമുക്കറിയൂല. ഇനി റമദാനിൽ എത്തിപ്പെട്ടാൽ സഹോദരന്മാരെ വലിയ സൗഭാഗ്യമല്ലേ അത്. ആ റമദാനിൽ ഒരാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖല്ലേ. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ തേടണം. അതോടൊപ്പം ആ സമയം ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ ഇപ്പോഴേ പ്ലാനിങ്ങും പദ്ധതികളും ആവിഷ്കരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സമയക്രമീകരണം ഇപ്പോഴേ ചെയ്തോളി. പരമപ്രധാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, റമദാനിന്റെ ഒരു സമയവും നമ്മൾ വെറുതെ ഷോപ്പിങ്ങിന് കളയരുത്. എല്ലാവരും ഷോപ്പിങ്ങിന് നീക്കിവെക്കും. ഒരു 15-20 പിന്നെ ലൈലത്തുൽ ഖദർ ഒന്നുമല്ല മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്ത, ഷോപ്പിംഗ് ആണ്, പെരുന്നാളാ. പിന്നെ അതിനുവേണ്ടി നമ്മുടെ സഹോദരിമാര് നാട്ടിൽ ഇവിടെ ഫാമിലിയുള്ളവരും നാട്ടിലുള്ളവരോടൊക്കെ ഞാനൊരു കാര്യം പറയണം. നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ നാളെ തന്നെ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ നാട്ടിലാണെങ്കിൽ നിങ്ങളൊരു വസിയത്ത് കൊടുക്കണം. എന്താണ്? ഇപ്പൊ തന്നെ കാശ് അയച്ചു കൊടുക്കുക. മക്കൾക്കുള്ള ഡ്രസ്സും നിങ്ങൾക്കുള്ള ഡ്രസ്സും ഷോപ്പിങ്ങിന്റെ സാധനങ്ങളൊക്കെ നോമ്പാകുന്നതിന്റെ മുമ്പേ നടത്തിക്കൊള്ളി. ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം, ആരും ശ്രദ്ധിക്കൂല. നമുക്കതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട് സഹോദരന്മാരെ. ഇവിടെയാവട്ടെ അവിടെയാവട്ടെ ഷോപ്പിംഗ് നേരത്തെയാക്കുക. എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? ഒന്ന്, നമുക്ക് തിരക്ക് കുറയും ഷോപ്പുകളിൽ. പെരുന്നാളോടനുബന്ധിച്ച ഭയങ്കര തിരക്കായിരിക്കും, റോഡ് ട്രാഫിക് ആയിരിക്കും. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ 4 മണിക്കൂർ ഇന്ത്യയിൽ തിരിച്ചു വരണം. കടകളിൽ തിരക്ക്, റോഡുകളിൽ തിരക്ക്, അനിസ്ലാമികമായ വേഷം ധരിച്ച അത്തരത്തിലുള്ള പൈശാചികമായ ഡ്രസ്സും ധരിച്ച് നടക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടക്കാരികളായ സ്ത്രീകളുടെ കേന്ദ്രമാണല്ലോ സൂക്കുകൾ, മാർക്കറ്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളുൽ ബിഖാഇ ഇലല്ലാഹി അസ്വാഖുഹാ. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ്, ഒരു റിപ്പോർട്ടിൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മസാജിദുഹാ, ഭൂമിയിലെ പള്ളികളാണ്. പള്ളികളാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. അബ്ഗളുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം, റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അസ്വാഖുഹാ, ഇവിടെയുള്ള മാർക്കറ്റുകളാണ്, ഭൂമിയിലുള്ള മാർക്കറ്റുകളാണ്. കാരണം മാർക്കറ്റിൽ പൈശാചികമായ കാര്യങ്ങൾ നിറഞ്ഞാടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് നേരത്തെ ആക്കി. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന സംഗതിയാണ്. നാട്ടിലാണെങ്കിൽ നാട്ടിലേക്ക് ആദ്യം തന്നെ കാശൊക്കെ അയച്ചു കൊടുത്ത് നോമ്പാകുന്നതിന്റെ മുമ്പേ പെരുന്നാളിനേക്ക് ആവശ്യമായ വിഭവങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സുകളും കുടുംബത്തിന് ആവശ്യമായതൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്യിക്കുക. തിരക്ക് കുറയും. രണ്ടാമത്തത് കാശും കുറയും. സീസൺ ആകുമ്പോ കാശ് കൂടും, വില കൂടും, നല്ല ക്വാളിറ്റി ഉള്ളത് തീർന്നു പോകും. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടാനും കാശ് ലാഭിക്കാനും സമയം ലാഭിക്കാനും അതിനേക്കാൾ എല്ലാം ഉപരി പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും വിലപ്പെട്ട അവസാനത്തെ സമയങ്ങൾ നമുക്ക് നടുറോട്ടിലും ഷോപ്പിംഗ് മാളുകളിലും കറങ്ങി തിരിഞ്ഞ് നഷ്ടമാകാതിരിക്കാനും ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇതാ ഇപ്പോ ശഅബാനിന്റെ അവസാന ഘട്ടങ്ങളിൽ റമദാൻ വരുന്നതിന്റെ മുമ്പേ റമദാനിൽ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് ടൈം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് ക്ലിയർ ആക്കുക. അത് നമുക്ക് ചെയ്യാവുന്നൊരു സംഗതിയാണ്. വെറുതെ കറങ്ങരുത്. അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പല ആൾക്കാരെയും
ടെക്സ്റ്റൈൽസിലേക്കും ഷോപ്പിംഗ് മാളുകളിലേക്കൊക്കെ ആണുങ്ങളും ആങ്ങളമാരും ഒക്കെ ഇറക്കിക്കൊടുത്താണ് പോകലാണ്. പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ വലിയ പെൺകുട്ടികളും ഇവിടെ ഭാര്യമാരും വരുന്നിട്ട് മണിക്കൂറുകളോളം അവിടെയുള്ള സെയിൽസ്മാൻമാരോടും കടയിലുള്ള ആളുകളോടും മറ്റുള്ള ആൾക്കാരോടും മൊബൈൽ ഫോൺ കൈമാറലും നമ്പർ കൊടുക്കലും പിന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കലും പിന്നെ അത് വീണ്ടും പോയിട്ട് അത് ആ ഡ്രസ്സ് മാറിയില്ല, പിന്നെ ശരിയായിട്ടില്ല, വീണ്ടും അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പിന്നെയും ഒരു പോക്ക്. ഇങ്ങനെ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളുമായി കൊണ്ട് കൂടിക്കലരുന്ന ഒരുപാട് ഫിത്നകൾക്ക് ഇടമുണ്ടാകുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മാർക്കറ്റുകൾ. അതും റമദാനിൽ ആലോചിച്ച് നോക്കണം. റമദാൻ ഇങ്ങോട്ടായാൽ എന്ത് ചെയ്യുന്നറിയോ? ഭയങ്കര തിരക്കരും, ഷട്ടറാണ് താഴ്ത്തലാണ് ആൾ. കടക്കാരും തന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയോ? ഷോപ്പുകാരൊക്കെ വലിയ രൂപത്തിലുള്ള ഓഫറുകൾ പ്രഖ്യാപിക്കും. നോമ്പർക്കാനുള്ള തരിക്കഞ്ഞിയും ചായയും തെറ്റാകത്തുണ്ടാവുന്നു. പിന്നെ താത്താരെല്ലാവരും പിന്നെ അതിന്റെ ഉള്ളിലാണ്. ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ഡ്രസ്സ് എടുക്കാൻ ചുരിദാറും പർദ്ദയൊക്കെ എടുക്കാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഒന്നിച്ച് കുടുംബസമേതം. ശൈത്താൻ ഇഷ്ടമുള്ള ഡ്രസ്സുകളും വസ്ത്രങ്ങളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടി കറങ്ങി നടക്കുകയാണ്. എന്താ പ്രശ്നം? നോമ്പറക്കാൻ സമയമായാൽ ടെക്സ്റ്റൈൽസിന്റെ ഉടമ അയാൾക്കിപ്പോ ഒരു 2 രൂപയുടെ തരിക്കഞ്ഞി കൊടുത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, 2000 വാങ്ങണത്. നമ്മളെ ഭാര്യമാരെയും നമ്മുടെ പെൺമക്കളെയും അങ്ങോട്ട് വിടരുത്. ശരിക്കോർത്തോളണം, പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങൾ അവിടെ കളയാനുള്ളതല്ല. ചിലപ്പോൾ അർജന്റ് അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ പോകേണ്ടി വന്നേക്കാം. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കൊക്കെ എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവില്ല, നമുക്ക് ഇന്ന് ഇതൊക്കെ എടുക്കണം, അത് നേരത്തെയാണ് ചെയ്തോളി. ഇതാർക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമയം ഒരിക്കലും നഷ്ടമാകും. ഇനി അതേപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കേന്ദ്രങ്ങളാണ് നമ്മുടെ മീഡിയകൾ. പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമാകുന്ന നിലക്ക് വലിയ രൂപത്തിലുള്ള പരസ്യങ്ങൾ മീഡിയകളിലൊക്കെ വരും, പല മീഡിയകളിലും വരും. വമ്പിച്ച രൂപത്തിലുള്ള പരസ്യങ്ങൾ കാണാം. റംസാൻ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, റംസാൻ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ഇങ്ങനെ പരസ്യം ഉണ്ടാകും. ആ സിനിമാ നടൻ, ഈ സിനിമാ നടി ഇവരാടി തിമിർക്കുന്ന പ്രത്യേക പരിപാടി. റമദാനിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയും. അതിലെ ചില ആളുകളൊക്കെ എന്താ ഭക്തിയല്ലേ, തൊട്ട് തീണ്ടിയിട്ടില്ല എന്താ റമദാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. ആ സമയം പോലില്ല, നോമ്പറക്കാനുള്ള സമയമാണല്ലോ. അപ്പൊ എന്താണ്? സീരിയൽ. ഖുർആൻ ഓതിയിട്ടല്ല കരയുന്ന ഒരു സീരിയൽ കേട്ട് കരയാണ്, സങ്കടപ്പെടുകയാണ്. സിനിമയും സീരിയലും മറ്റു കാര്യങ്ങളൊക്കെ ആയി. ചില വീടുകളിൽ കുറച്ചൊക്കെ ഭക്തിയുള്ള വീടുകളാണ് ഈ പറയും നോമ്പാണ്, ഓഫാക്കി കളയും, നോമ്പ് പറഞ്ഞോട്ടെ. പകല് സമയത്ത് നോമ്പ് നോറ്റിട്ട് കാണാൻ പാടില്ല എന്നാണ് ആ സാധുക്കൾ വിചാരിച്ചത്. നോമ്പ് നോറ്റിട്ട് ഇതിൽ സിനിമയൊന്നും കാണാൻ പാടില്ല, ഇപ്പൊ ഓഫായിക്കോളും, രാത്രിയൊക്കെ ഓണാക്കാം. തറാവീസ്കാരൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ റിമോട്ട് കൊടുത്ത് പാപ്പിയും മക്കളും എല്ലാവരും കൂടി സോഫയിലിരുന്ന് ഇതിങ്ങനെ കാണുക. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു പരസ്യം വരും. അപ്പൊ ഒരു പരസ്യം വരും, നല്ലൊരു ഒരു പരിപാടി ഉണ്ടായി നോട്ടുക, എന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പരസ്യം വരും. അതാരാ വരുന്നത്? അത് വേറെ തന്നെ പരസ്യങ്ങൾ. അങ്ങനെ നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുത്തും പരിശുദ്ധ റമദാനിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക, അനിവാര്യമായ സംഗതികൾക്കല്ലാതെ ആ മേഖല ഉപയോഗപ്പെടുത്തരുത്. വേറെ ചില ആളുകൾ പറയും റമദാൻ മാസമാണ് മക്കളെ, ഇനി ശവ്വാലിൽ തുറന്നാ മതി. അങ്ങനെ ഒരു മാസക്കാലം ഓഫ് ചെയ്തിടുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. പരിശുദ്ധ റമദാനിന്റെ സമയം നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്, മിനിറ്റുകളും മണിക്കൂറുകളും. സഹോദരങ്ങളെ, റമദാൻ ഷഹറുൽ ഖുർആൻ, ഷഹറുൽ സബ്ർ, ഷഹറുൽ റഹ്മ, ഷഹറുൽ മഗ്ഫിറ, ഷഹറുൽ ഇത്ഖ് മിനൻ നാർ, നരകമോചനത്തിന്റെ മാസം, ക്ഷമയുടെ മാസം, പരിശുദ്ധ ഖുർആനിന്റെ മാസം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന മാസം, തൗബയുടെ മാസം, ദുആഇന്റെ മാസം, അദ്കാറുകളുടെ മാസം. അങ്ങനെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ മാസത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഡെയിലി മിനിമം ഒരു ജുസ് എങ്കിലും ഓതാൻ, ഒരു ഖത്തമെങ്കിലും ഒരു റമദാനായ തീർക്കണ്ടേ. ആദ്യത്തെ ദിവസം ഒരു സ്പീഡിൽ കുറച്ച് സെക്കൻഡ് ഓതും, പിന്നെ അതവിടെ അടച്ചാണ്ട് വെക്കും. ഇതിനേം താല്പര്യമില്ല. പിന്നെ അഥവാ എടുത്താൽ കൂട്ടുവായിടും. പക്ഷെ ഇത്താൻ പറയും വെച്ച് പൊയ്ക്കോ. അത് നമ്മളാണ് മാറ്റി വെക്കും. അതേ അവസരത്തിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കിലും ഒക്കെ വേണ്ടാത്തതിന് എടുത്താലോ, എത്താൻ പറയും ഇരുന്നോന്നറിയും. അവസാന സെക്കൻഡ് ജമാഅത്തിൽ വാങ്ങ് കൊടുത്താൽ വരെ പറയും 20 മിനിറ്റ് ഉണ്ട്, 19 മിനിറ്റ് ആയിട്ടുള്ളൂ, 1 മിനിറ്റും കൂടി ഇത് കണ്ടോന്നറിയും. പോണോനോട് തന്നെ. ഇപ്പം പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? കൈ കെട്ടിയ അപ്പൊ ഓർമ്മ ഈ കണ്ട രംഗങ്ങളാ. പിന്നെന്തിനാവും പോയത്?
സഹോദരങ്ങളെ, നമ്മുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നോക്കൂ. ഇസ്ലാമികമായി ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയും റവാത്തിബ് സുന്നത്തുകൾ അല്ലാഹു തആല നിശ്ചയിച്ചു. എന്തിനാ? നമ്മൾ നിസ്കാരത്തിലേക്കൊക്കെ കയറുന്നതിന്റെ മുമ്പ് നമ്മുടെ മനസ്സൊന്നതിലേക്കൊന്നുണ്ട് ശരിയാവാനാ. ഇപ്പൊ ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. എന്തിനാ? അതിന് മുമ്പേ മനസ്സൊക്കെ ഒന്ന് ശരിയായിട്ട് ആ ളുഹറിലേക്കാണ് കിടക്കുന്നത്. ഏത് ബാങ്ക് ഇഖാമത്തിന്റെ ഇടക്ക് സുന്നത്ത് നിസ്കരിക്കാലോ? റമദാനിന്റെ മുമ്പേ നമ്മുടെ മനസ്സൊന്ന് റെഡിയാക്കുകയാണ്. ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അധികം സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസമാണല്ലോ നമ്മളിപ്പോ കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മാസം. എന്തിനാത്? റമദാനിലാണ് വരുമ്പോ റമദാൻ 1 മുതൽക്ക് മാത്രമാണ് നോമ്പെടുത്ത് തുടങ്ങിയാല് ഭയങ്കര ക്ഷീണവും പ്രയാസവും വിഷമൊക്കെ ഉണ്ടാവും. അതേവസരത്തിൽ ശഅബാനിൽ തന്നെ കുറേശ്ശെ ഇങ്ങനെ എടുത്തു തുടങ്ങിയാലോ റമദാൻ വരുമ്പോ ഒരു ബേജാറുമില്ല. റമദാൻ വരുമ്പോ സന്തോഷം തോന്നണം. നമുക്കിപ്പോ അതിന്റെ ടൈമാണ്. റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോ അതൊന്നും കഴിഞ്ഞിട്ടാണല്ലോ, എന്താ ചൂട്, ഭയങ്കര ചൂട്, ഇനിയിപ്പോ അത് ദാഹവും, അങ്ങനെയൊന്നുമല്ല നമ്മളെ മനസ്സിൽ വരുന്ന സന്തോഷം. സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മളെ മനസ്സിനോട് പറയണം, നമുക്കൊരു വിഷമവും റമദാൻ വരുന്നതിൽ തോന്നരുത്. അങ്ങനെ തോന്നുന്നുണ്ടോ നമ്മുടെ ഈമാനിന് എവിടെയോ ഭംഗം വന്നിട്ടുണ്ട്. അതല്ല സന്തോഷമാണോ? എന്താ സന്തോഷം തോന്നാനുള്ള മാർഗം? റബ്ബേ, എന്റെ റബ്ബിനോട് എനിക്ക് എന്തൊക്കെ പറയാ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പറയണം. രാവിന്റെ അവസാന സമയങ്ങളിൽ അവർ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. കണ്ടോ, ആ സമയമല്ലേ വരാൻ പോണത്. ആ സമയത്ത് മറ്റു മാസങ്ങളിലൊക്കെ എണീക്കാൻ കഴിയാത്തവർ പോലും അത്താഴത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി എഴുന്നേൽക്കുമല്ലോ. അപ്പൊ എനിക്ക് സമയം കിട്ടുന്നു, നിസ്കാരത്തിന് പോകാൻ പറ്റും. ഏത് ദുഷിച്ച മനസ്സുള്ള മനസ്സുകളിലും ഒരല്പമെങ്കിലും ഒരു നല്ല ചിന്ത വളരാൻ തുടങ്ങുന്ന ഒരു മാസമാണ്. നമ്മൾ അത്തരക്കാരെ കളിയാക്കരുത്, കുറ്റപ്പെടുത്തരുത്. അത്തരക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തും കളിയാക്കൊന്നും ചെയ്യരുത്. റമദാനാകുമ്പോ ചില ആൾക്കാരുടെ മനസ്സിൽ ഒരു പള്ളിയോട് താല്പര്യവും ചിലപ്പോൾ താല്പര്യമൊക്കെ ഉണ്ടാവും. ആ താല്പര്യം അയാളിൽ നിലനിർത്താൻ വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചില ആൾക്കാരാണ് പോവും, പിന്നെ ചില ആൾക്കാർ പക്ഷേ ആ റമദാനിൽ തുടങ്ങിയത് അങ്ങനെയുണ്ട്, നിലനിന്ന് കിട്ടും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ കുറെ ചെറുപ്പക്കാരുണ്ട്, റമദാനിൽ അവർ തുടങ്ങിയതാണ്, പക്ഷെ അങ്ങനെയാണ് നിന്ന് കിട്ടി. വേറെ ചിലരുണ്ട് റമദാനിൽ അങ്ങോട്ട് ഉഷാറാവും, പിന്നീട് ഒഴിവാക്കും. ഓരോരുത്തർക്കും ഓരോ തൗഫീഖാണ്, അള്ളാഹുവാണ് കണക്കാക്കുന്നത്. പക്ഷെ എന്തായാലും സഹോദരങ്ങളെ, നമ്മുടെ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, മീഡിയകളും ചാനലുകളും ഒരുക്കുന്ന കെണികൾ ഉണ്ടാകും, നമ്മുടെ സമയം അതിൽ പോകാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ സമയം ധാരാളമായി ഹറാമുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം വെറുതെ ഇരിക്കുന്ന സമയമാണ് പലപ്പോഴും റമദാൻ. അതുപോലെ തന്നെ ഷോപ്പിംഗിന്റെ പേരിൽ, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് പേരിൽ അങ്ങാടി തണ്ടിക്കൊണ്ട് നമ്മുടെ സമയങ്ങൾ ലാപ്സാകാൻ ഏറെ സാധ്യത വരാനിരിക്കുന്നു. മുൻകരുതൽ വേണമെന്ന് ഞാൻ പറഞ്ഞു. 4-മത്തൊരു കാര്യം ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. അതെന്താ? റമദാനായി കഴിഞ്ഞാലാണ് പിന്നെ പാചക ബുക്ക് തുറക്കുക. എല്ലാ മാസികകളിലും ഉണ്ടാവും റംസാൻ വിഭവങ്ങൾ, സ്പെഷ്യൽ വിഭവങ്ങൾ. അങ്ങനെ ഓരോന്നിന്റെ വിഭവങ്ങൾ, പഴം അങ്ങനെ ആക്കിയത്, അത് ഒലർത്തിയത്, ഇത് പുഴുങ്ങിയത്, ഇത് മുട്ടമാല, ഇതിങ്ങനെ മറ്റേ അപ്പം, ഈ അപ്പം. ആ സമയം ഉണ്ടായ എല്ലാ മാസികകളിലും കുറേ ഡ്രസ്സൊക്കെ എടുത്ത് അർദ്ധനഗ്നകളായ കുറെ താത്താമാരുടെ പടത്തോടൊപ്പം അവരുണ്ടാക്കിയ വിഭവങ്ങളുടെ കളർഫുൾ ചിത്രം കിട്ട് വരും എല്ലാ പത്രങ്ങളും. എന്നിട്ട് നമ്മളെ താത്താമാരെന്ത് ചെയ്യുന്നറിയോ? കുടുംബനാഥനോട് പറയും, കണ്ടില്ലേ നിങ്ങളെ ലിസ്റ്റ്, ഇതിന്റെ ഓരോ പേര് പറയും. ഈ സാധു ഇന്ന് വരെ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല ആ പേര്. കാരണം നമുക്കൊന്നും പരിചയമില്ലാത്ത കുറെ സാധനങ്ങളാ പറയാ. ചൈന ഗ്രാസ്, ഞാനത് ആദ്യം കേട്ടപ്പോ എനിക്ക് ഇതെന്ത് പുല്ലാന്ന് വിചാരിച്ചു. ഒരു ഗ്രാസ് എന്നല്ല പറയുന്നത്, ചൈന പുല്ലായിരിക്കും. അപ്പൊ എന്താ, അതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതന്നെ വേണം. പുതിയ പുതിയ പേരുകളാ അതിലുണ്ടാവുക. എന്നിട്ട് അതിന്റെ ചേരുവകൾ ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളും ഇതിങ്ങനെ വാങ്ങണം. പെണ്ണുങ്ങൾ ളുഹറായി കഴിഞ്ഞാൽ പിന്നെ പണി എന്താ? നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണം. ഓരോ ടേസ്റ്റും നമ്മൾ പരീക്ഷിക്കണ മാസാണ് റമദാൻ. ഞാൻ എന്റെ സഹോദരിമാരോടും ആ സഹോദരിമാർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായ പുരുഷന്മാരോടും പറയാണ്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ സഹോദരിമാരെ ഈ മാസത്തിൽ ആ രംഗത്തേക്ക് വിടരുത്. ഭക്ഷണവും വിവിധ ടേസ്റ്റിലുള്ള ടേസ്റ്റി ഫുഡുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. വേറെ മാസത്തിൽ മതി ആ പരീക്ഷണം. ഈ മാസം അതിന് തെരഞ്ഞെടുക്കാനുള്ള മാസമല്ല.
ഈ മാസം നമ്മുടെ പെണ്ണുങ്ങള്, നമ്മുടെ സഹോദരിമാര് അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സമയമല്ല. അവർക്കും എടുക്കണം ഇബാദത്തുകൾ, അവർക്കും വേണം ഖുർആനോദനം, അവർക്കും റബ്ബിനോട് ദുആ ചെയ്യണം. അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത്യാവശ്യത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അതാണ്. അവർക്കും സമയം കിട്ടും, നമുക്കും സമയം കിട്ടും. അവർക്ക് സമയം കിട്ടാൻ വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ പറയണം വീട്ടിൽ നീ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. കരിച്ചതും പൊരിച്ചതും ഒരു 100 വിഭവങ്ങൾ നോമ്പറക്കാൻ നമ്മളാണ് ചെന്ന് ടേബിളിൽ പെണ്ണുങ്ങൾ കുറെ കരിച്ചത്, അതങ്ങനെ പഴം കൊണ്ട് ഇങ്ങനെ ആക്കിയത്, അതിങ്ങനെ ആക്കിയതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണും മോറൊക്കെയാണ് ചോക്കും. എന്നിട്ട് പെണ്ണുങ്ങളോട് ചീത്ത പറയാം. അപ്പൊ പെണ്ണുങ്ങൾ ഇത് പേടിച്ചിട്ട് പിറ്റേന്ന് ലോഹറായാൽ തന്നെ ഒരുങ്ങും സാധു അടുക്കളയിൽ കയറി ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയാണ്. ആ ജ്യൂസ് അങ്ങനെ, ഇതിങ്ങനെ, ഇത് തരിക്കഞ്ഞി ഇങ്ങനെ, മറ്റേതിങ്ങനെ പൊക്കവട, മറ്റേ പരിപ്പ് വട, മറ്റേ ഉണ്ട, ബോണ്ട, പിന്നെ തരിപ്പോള, ഇങ്ങനെ കുറെ ഉണ്ടാക്കുക. ഇതിങ്ങനെ റെഡിയാക്കുക. ഇവരിതിനു വേണ്ടി ഇങ്ങനെയുള്ളതാ? സഹോദരിമാർ ആലോചിക്കണം. നിങ്ങളതിന് തയ്യാറാവരുത്. അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങൾ വിചാരിക്കരുത്. അതും പിടിയും പറഞ്ഞുതരാം. ആ സമയവും നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങൾ ഈ ധൂർത്തുകളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ അനിവാര്യമായ ഘട്ടത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നോമ്പ് തുറക്കാവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കാൻ വേണ്ടി നിങ്ങൾ അടുക്കളയിൽ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമല്ല. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു നിയ്യത്തുണ്ടാവണം. നമ്മളെ മനസ്സിലൊരു നിയ്യത്തുണ്ടാവണം. എന്താ അറിയോ? ഇത് നോമ്പുകാരനായ എന്റെ ഉപ്പ, നോമ്പുകാരിയായ എന്റെ ഉമ്മ, നോമ്പുകാരനായ എന്റെ ഭർത്താവ്, നോമ്പുള്ള എന്റെ മക്കള്, എന്റെ കുട്ടികള്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന എന്റെ ഒരു ഹക്കാണ്, ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ്. അള്ളാന്റെ അടുക്കൽ എനിക്കിതിന് കൂലി കിട്ടും എന്ന് വിചാരിച്ച് അടുക്കളയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന, ചെലവഴിക്കുന്ന സമയം നഷ്ടാവൂല. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങളാണ് നിങ്ങൾ ഒരുക്കുന്നത്. അതിന് നിങ്ങൾക്ക് കൂലിയുണ്ട്. എന്നാ പിന്നെ സുബഹിക്കന്നാണ് തുടങ്ങിക്കോട്ടെ. അത് വേണ്ട. കാരണം എന്താ? ഇത് അനിവാര്യമായത് ഉണ്ടാക്കിക്കോ. മറ്റു പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ കഴിയുന്നതൊക്കെ ഉണ്ടാക്കിക്കോ. മറ്റു പരീക്ഷണങ്ങൾക്ക് ഈ റമദാൻ ഇടയാക്കണ്ട. അതിന് മറ്റു കാലങ്ങൾ നോക്കിയാൽ മതി. കാരണം നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും ഇനി സാധിക്കും. എങ്ങനെ? അടുക്കളയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ സമയങ്ങൾ നമുക്ക് ദിക്റുകൾ ചൊല്ലാമല്ലോ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാമല്ലോ. അടുക്കളയിലേക്ക് ഒരു സ്പീക്കർ എങ്ങനെയെങ്കിലും സംവിധാനിച്ച് വെച്ചാൽ എന്തെല്ലാം സംവിധാനമുണ്ട്. 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല മീഡിയയായ റേഡിയോയായ പീസ് റേഡിയോ 24 മണിക്കൂറും നമ്മുടെ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കേൾക്കാം. ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട്, ഇസ്ലാമികമായ കർമ്മശാസ്ത്ര പാഠങ്ങൾ വരുന്നുണ്ട്, അഖീദ പഠിപ്പിക്കുന്നുണ്ട്, സ്വഭാവ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്, സ്നേഹക്കൂട്, കുടുംബജീവിതത്തിൽ എങ്ങനെയൊക്കെ ഭാര്യാഭർത്താക്കൾ ജീവിക്കണം, മക്കളെ എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന പഠന സംരംഭമാണ് പീസ് റേഡിയോയിലൂടെ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ഒക്കെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീട്ടിൽ സൗകര്യം ഏർപ്പെടുത്തിയ എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും ഉണ്ട് സ്മാർട്ട് ഫോണുണ്ട്. അവർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിലൊരു ചെറിയ സ്പീക്കറും കിച്ചണിലേക്കാണ് വെച്ച് അതിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്ത അടുക്കളയിലെ പണി അവിടെ ഇങ്ങനെ നടക്കുകയും ചെയ്യും. കാത് ഇങ്ങോട്ടും കൊടുക്കാം. സൽക്കർമ്മല്ലേ? റമദാനിൽ കൂടുതൽ ഉപകാരപ്രദല്ലേ? നമ്മുടെ സമയങ്ങൾ വെറുതെ പോവോ? നമുക്ക് പരലോകത്ത് പുണ്യം കിട്ടൂലേ? നല്ല നല്ല കാര്യങ്ങൾ കേട്ടൂടെ? അതേ അവസരത്തിൽ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ കാതിന് നോമ്പുണ്ടോ? നമ്മുടെ കണ്ണിന് നോമ്പുണ്ടോ? കണ്ണിനും കാതിനും നാവിനും ഒക്കെ നോമ്പുണ്ട്. ആമാശയത്തിലേക്ക് വെള്ളവും ഭക്ഷണവും മാത്രം ഇറക്കാതായാ പോരാ. കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത്, കാതുകൊണ്ട് അരുതാത്തത് കേൾക്കരുത്, നാവുകൊണ്ട് അരുതാത്തത് പറഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തി നോക്കിയേ. ആ സമയം നമുക്ക് മഹ്ശറിൽ വലിയ പ്രയോജനമായിട്ട് മാറും. ഒരു സംശയമില്ല. നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ അതിങ്ങനെ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി അത് കേട്ട് കഴിഞ്ഞു, കുറെ കേട്ട് മൂടില്ലേ? നിങ്ങൾക്കത് കേട്ട് ഓഫാക്കാണോ? എന്നാ പിന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൂടെ? ദിക്റുകൾ ചൊല്ലിക്കൂടെ?
ഇനി റമദാൻ കാലത്ത് മെൻസസ് പീരീഡിലാണോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കണോ, എന്നാലും നിരാശൊന്നും വേണ്ട. നിങ്ങൾ നോമ്പ് എടുക്കാൻ പറ്റാത്തുള്ളൂ, നിസ്കാരെ നിർവഹിക്കാൻ പറ്റാത്തുള്ളൂ, നിങ്ങൾക്കറിയാവുന്ന ദിക്റുകൾ ദുആകൾ ഒക്കെ നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടിക്കൂടെ? അപ്പൊ സമയം സഹോദരങ്ങളെ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് വില കൊടുത്തും ആ സമയം നേരെ ഉപയോഗപ്പെടുത്താൻ നോക്കും. നഷ്ടപ്പെടുന്നതിൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാകും. അതേ അവസരത്തിൽ അതിന് വില മനസ്സിലാക്കാതെ ആയാൽ അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല, അത് കിട്ടാതിരുന്നാൽ ഒരു വിഷമമില്ല, അത് തിന്മകളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അതുണ്ടാകാൻ പാടില്ല. വലിയ വിലപ്പെട്ട അമൂല്യമായതാണ് നമ്മുടെ സമയം. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ 2, 3, 4 കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ നമുക്ക് നന്മയുടെ മാർഗത്തിൽ നമുക്ക് നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ചാൻസുകളാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതല്ലെങ്കിൽ എന്താ അറിയോ, നാളെ നരകത്തിൽ പോയി വീഴുമ്പോ റബ്ബേ ഇതിൽ നിന്ന് ഞങ്ങളെ വന്ന് പുറത്തേക്കിട്ടതായോന്ന് ഒരു കാര്യമില്ലാത്ത വിലാപം നാളെ മഹ്ശറിൽ വെച്ച് നരകത്തിൽ വെച്ച് പാപികൾ പറയുന്നതാണ്. റബ്ബനാ ഖിരിജ്നാ മിൻഹാ, ഇതൊന്ന് പുറത്താക്കി. അല്ലാഹു തആല അപ്പ ചോദിക്കും, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സൗകര്യം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ആയുസ് തന്നിരുന്നില്ലയോ, സമയം തന്നിരുന്നില്ലയോ? ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് നിങ്ങളോട് പറയാൻ മുന്നറിയിപ്പുകാരെയും നിങ്ങൾക്ക് തന്നില്ലയോ? അല്ലാഹു പരലോകത്ത് നരകത്തിൽ പാപികളോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ വിലാപം കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് അമൂല്യമായ ഈ സമ്പത്ത്, ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് കിട്ടുന്ന സമയമേ കിട്ടുള്ളൂ. നാളെ എന്നത് നമ്മുടെ മുമ്പിലില്ല. ഇന്ന് കിട്ടിയാൽ ഇന്ന് കിട്ടി. ഒരു സമയവും വെറുതെ ഹറാമിൽ നഷ്ടപ്പെടുത്താതെ നമുക്ക് നന്മയുടെ റെക്കോർഡിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രം നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഹറാമായ ഒരു കാര്യത്തിലേക്ക് പോലും അറിഞ്ഞുകൊണ്ടൊരു സമയവും ഒരു മിനിറ്റും മണിക്കൂറും തള്ളിവിടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥൻ നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഗഫൂർ റഹീമായ നാഥൻ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.